നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് നാട്ടിലെ തരത്തിലേക്ക് സ്വാഗതം. നാട്യങ്ങളില്ലാത്ത നാട്ടുകാരൻ, അതാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. മറ്റാരുമല്ല, നമ്മളുടെ സ്വന്തം അലൻസീർ ചേട്ടൻ. സ്വാഗതം ചേട്ടാ. കൊറോണ കാലമൊക്കെ കഴിഞ്ഞ സിനിമാ ലോകം വീണ്ടും സജീവമാവുകയാണല്ലോ. എന്തൊക്കെയാണ് സാറിൻ്റെ പുതിയ പ്രോജക്ട്സ്? നിങ്ങൾ കൊറോണ കാലത്താണ് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്ന തൊട്ട് മുമ്പാണ് രാജീവ് രവിയുടെ ആസിഫ് അലി നായകനായിട്ടുള്ള കുറ്റവും ശിക്ഷയും അത് ബ്രേക്ക് കൊടുത്തിട്ട് രാജസ്ഥാനിൽ നിന്ന്, ജയ്പൂരിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് വന്നത്. ക്വാറന്റൈൻ ആയിരുന്നു. പിന്നെ ലോകം മുഴുവൻ ക്വാറന്റൈനിൽ ഇരിക്കുന്ന കാലത്ത് സിനിമാക്കാർക്ക് മാത്രം എന്തുകൊണ്ടാണ് ക്വാറന്റൈനിൽ ഇരിക്കാൻ പറ്റാത്തത്? എല്ലാവരും ഇരുന്നേ പറ്റും. സിനിമാക്കാർക്ക് വേറെ കാലമൊന്നുമില്ലല്ലോ. അവർക്ക് ചിറകുകളില്ല. പക്ഷെ സാധാരണ മനുഷ്യരാണ്. അത് പ്രൂവ് ചെയ്തൊരു കാലഘട്ടമാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണ്. തിരിച്ചറിയിപ്പിച്ച ഓണവും ക്രിസ്മസും ഒക്കെ തന്നെയാണ്. ഇനി വരാൻ പോകുന്ന പുതുവർഷവും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിനൊരു വളരെ സങ്കടകരമായ കാലം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റി നിർത്താതെ അതിനെ പോസിറ്റീവ് എനർജിയോടുകൂടി അതിൻ്റെ എല്ലാ വൈഷമ്യങ്ങളെയും എല്ലാ സങ്കടങ്ങളെയും അതിൻ്റെ ഇരട്ടി എനർജിയോടുകൂടി തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. അത് സിനിമാക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും. അത് ഏത് ജീവിക്കും മുന്നോട്ട് പോകാൻ അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ അത് സംഭവിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ഇപ്പോൾ 7 മാസം 8 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അഭിനയിക്കാൻ എത്തുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചിട്ടുള്ളൊരു സാധനമുണ്ട്. ഓണത്തിലാണെന്ന് തോന്നുന്നു, എനിക്കൊന്ന് ലാലേട്ടൻ വീണ്ടും പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി അതിനു വേണ്ടി എത്തുന്നു. നമുക്ക് അതുവരെ എത്തിയിട്ടില്ല. അപ്പം നമുക്ക് ഇപ്പോഴാണെന്ന് തോന്നുന്നു, എനിക്ക് കുറേ കാലത്തിന് ശേഷം, എത്രയോ മാസങ്ങൾക്ക് ശേഷം നമുക്ക് ക്യാമറയുടെ മുമ്പിൽ എത്തുന്നു. ഞാനൊന്നും ക്യാമറ കണ്ടിട്ടില്ലാത്ത കാലത്ത് ഇവരൊക്കെ ക്യാമറയുടെ മുമ്പിൽ നിരന്തരം ജീവിച്ചു പോയ മനുഷ്യരാണ്. അവരൊക്കെ അനുഭവിച്ചൊരു ഒരു വ്യഥയുണ്ടാവും. ഇത്രയും ദിവസങ്ങളുടെ ഒരു നീണ്ട ഗ്യാപ്പ്. അപ്പോൾ അവർക്കതില്ലാതെ പറ്റില്ല വാസ്തവത്തിൽ. കാരണം അവരുടെ പാഷനാണ്. അതുകൊണ്ടാണ് അവർ താരങ്ങളായത്. അവരുടെ ലൈഫാണ് ആ സാധനം. ആ ലൈഫ് ഒരു നിമിഷം അങ്ങനെ സ്റ്റക്കായി പോകുക എന്ന് പറയുന്നിടത്ത് അത് 10 നിമിഷമല്ല, അത് ഒരു നീണ്ട ഗ്യാപ്പിലേക്ക് വരുമ്പോൾ അവരെങ്ങനെയാണ് നേരിട്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ ഞാനൊന്നും നേരിട്ടിട്ടില്ല വാസ്തവത്തിൽ. ഞാനൊക്കെ വാസ്തവത്തിൽ നാടകം കളിച്ച് നടക്കുന്ന കാലത്തൊക്കെ ഞാനൊക്കെ കോവിഡ് കാലത്താണ്. അന്ന് കോവിഡ് എന്ന് പേരില്ലെന്ന്. ഞങ്ങൾക്കൊക്കെ നീണ്ട ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു നാടകം കഴിയുമ്പോൾ അടുത്ത നാടകം കളിക്കാൻ അതിനൊക്കെ ഒരു നീണ്ട ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ സങ്കടം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളും ഇതൊക്കെ കടന്നു പോകുന്ന ലോകം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന ഒരു സമയം. പക്ഷെ ആ ബ്രേക്ക് വേറൊരു തരത്തിൽ ഗുണകരമായ കൂടെ തന്നെ ചെലവഴിക്കാൻ പറ്റി. നമുക്ക് ചുറ്റുപാടുമുള്ള ഇപ്പൊ കേൾക്കുന്ന ഇക്കിളിയുടെ ശബ്ദം കേൾക്കാൻ ഒരു സമയം കിട്ടി, കാക്കയുടെ ശബ്ദം കേൾക്കാൻ പറ്റി, അണ്ണാമാരെ കാണാൻ പറ്റി. അതൊക്കെ തന്നൊരു അങ്ങനെ നമ്മൾ ഇതിനൊരു പോസിറ്റീവ് എനർജിയുടെ കാണണം. നമ്മളെപ്പോഴും സങ്കടത്തിലും ദുരന്തക്കടലിലും മാത്രം നിൽക്കുന്നു എന്ന് വിചാരിക്കണം. അങ്ങനെയല്ല. ഇത് നമ്മൾ പല എല്ലാ പോസിറ്റീവായിട്ടാണ് കാണുന്നുണ്ട്. നിങ്ങളുടെ നിശബ്ദതയ്ക്ക് പോലും ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ. നാടകത്തിൽ നിന്നായിരുന്നല്ലോ സിനിമയിലേക്കുള്ള വരവെന്ന് പറയുന്നത്. നാടകവും സിനിമയും ഇവയെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചേട്ടൻ ഫീൽ ചെയ്യുന്നത്? ഇല്ല, രണ്ട് മീഡിയമാണ്. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തിയേറ്ററിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഒരു ആക്ടറുടെ മീഡിയം എന്ന് എനിക്ക് തോന്നുന്നു. റിസൾട്ട് അപ്പത്തിന് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണോ? അല്ല, അതിനകത്ത് എൻ്റെ വിയർപ്പിൻ്റെ മണം, എൻ്റെ ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഒരു കൃത്രിമത്വം ഇല്ലാതെ പ്രേക്ഷകരിലേക്ക് സംവദിക്കാൻ പറ്റും. നേരിട്ട് സംവദിക്കാൻ പറ്റുന്നുണ്ട്. സിനിമയിൽ നിങ്ങൾക്കൊരു ആക്ഷനും കട്ടിനും ഇടയിൽ അത് തെറ്റിപ്പോയാൽ മാറ്റി പറയാം, ഡബിങ്ങിൽ മാറ്റി പറയാം, എഡിറ്റിങ്ങിൽ നിങ്ങളെ മാറ്റാം. അത് സംവിധായകൻ്റെ കലയാണ്, സംവിധായകൻ്റെ മിടുക്കാണ്. പക്ഷെ ആക്ടറുടെ മീഡിയം തിയേറ്റർ, നാടകമാണ്. അപ്പോൾ അവിടെയാണ് ഒരു ആക്ടർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. സിനിമയിൽ ഇല്ലാന്നല്ല, സിനിമയിലും പെർഫോമൻസ് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതൊരു ലെൻസിൻ്റെ മുമ്പിലും മറ്റത് മനുഷ്യൻ്റെ മുമ്പിലുമാണ്. ജൈവികവും എനിക്ക് തോന്നിയിട്ടുള്ള സിനിമ ഒരു പ്ലാസ്റ്റിക് ആർട്ടാണ്. മറ്റത് ജീവനുള്ളതാണ്. നമുക്ക് നേരിട്ട് സ്പർശിക്കാൻ പറ്റുന്നത്, കണ്ടറിയാൻ പറ്റുന്നത്, പ്രേക്ഷകരുടെ വികാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ആക്ഷൻ കട്ടൂല. ഒരു തെറ്റ് വന്നാൽ കൂടിയും നമ്മളുടെ കയ്യിലാണ് അതിനെ മറികടന്ന് പോവുക എന്നുള്ള
അവിടെ cut ഇല്ല. അവിടെയാണ് അതെ, ആക്ടറുടെ മീഡിയം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നാടകം മാറുന്നത്. അവിടെ സംവിധായകൻ്റെ റോളില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സംവിധായകൻ്റെ റോള് സിനിമയ്ക്കാണുള്ളത്. ആ മീഡിയം സംവിധായകൻ്റേതാണ്. പക്ഷേ ആ മീഡിയം മോശമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഈ വരുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ മീഡിയമാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമ ചലിപ്പിക്കാൻ കഴിയുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല പിന്നെ നാടകത്തിന് മനുഷ്യന് സ്വാധീനം ചെലുത്താൻ പറ്റുമെന്നൊന്നും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. പണ്ടങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ സിനിമയുടെ സ്വാധീനവും സിനിമയുടെ ശക്തിയും വലുത് തന്നെയാണ്, ഒരു സംശയം. അത് രണ്ട് മീഡിയത്തിൻ്റെയും രണ്ട് വലിപ്പമാണ്, അതിന് താരതമ്യമില്ല. അപ്പം ഈ നാടകത്തിലുണ്ടായിരുന്ന സമയത്തും സിനിമ തന്നെയായിരുന്നോ മനസ്സിൽ? സിനിമയിൽ എത്തപ്പെടണം, അല്ലെങ്കിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ എന്ന് സിനിമയിൽ വരും, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്ന? സത്യത്തിൽ അങ്ങനെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമൊന്നും തോന്നരുത്. സിനിമാ നടനാകണമെന്ന് എനിക്ക് കുട്ടിക്കാലത്ത് നാടകം കളിക്കുമ്പോൾ തോന്നിയിട്ടില്ല. എനിക്ക് നാടകം കളിക്കണമെന്നാണ്. കാരണം എൻ്റെ നാട്ടിലെ നാട്ടിൻപുറത്ത് എൻ്റെ ഈ സ്ഥലത്ത് കൊണ്ട് നാടകങ്ങൾ കണ്ടിട്ട് അതുപോലെ നാടകം കളിക്കണമെന്നാണ്. അച്ഛനും അമ്മയും സിനിമാ തിയേറ്ററിൽ സിനിമ കാണിക്കാൻ കൊണ്ടുപോകും. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ആണ് കാണിക്കുന്ന കുട്ടിക്കാലത്ത്. അപ്പോൾ അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ, ഒരു നടൻ മലയാളത്തിൽ ഇന്നും ഏറ്റവും ഇഷ്ടം, ഇപ്പോഴും ആ മനുഷ്യൻ്റെ സിനിമ കാണുമ്പോൾ, ആ മഹാനടൻ്റെ സിനിമ കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. എല്ലാവരും വളരെ ഡ്രമാറ്റിക്കായിട്ട് അഭിനയിക്കുമ്പോൾ വളരെ റിയലിസ്റ്റിക്കായിട്ട് അഭിനയിച്ച ഒരു മഹാനടൻ നമുക്ക് മലയാളത്തിലുണ്ടായിരുന്നു. അത് സത്യസാറാണ്. സത്യസാറിൻ്റെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സത്യസാറിനെ പോലെ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. സിനിമ കാണുന്ന സമയത്ത് അത് എനിക്ക് നാടകത്തിലല്ല, അങ്ങനെ സിനിമയിലല്ല, നാടകത്തിലാണ് അങ്ങനെ തോന്നിയിരുന്നത്. എനിക്ക് സിനിമയിൽ എത്തിപ്പെടാൻ പറ്റുമെന്നൊന്നും ഞാൻ മോഹിച്ചിട്ടില്ല. സിനിമ മോഹമില്ലാത്തതുകൊണ്ടല്ല. പക്ഷെ എന്നെപ്പോലെ ഒരാൾക്ക് സിനിമ എന്ന് പറയുന്ന വലിയൊരു ക്യാൻവാസിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ ഒരു എൻ്റെ ഒരു ചെറിയ കുറ്റബോധമോ കുറവുകളൊക്കെ ആയിരിക്കാം. ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടുമില്ല. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളൊക്കെ സിനിമയിലെത്തുകയും എൻ്റെ കൂടെ നാടകത്തിലും അങ്ങനെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നവരൊക്കെ സിനിമാ മേഖലയിലെത്തുകയും അവരൊക്കെ നല്ല സിനിമകൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർ എന്നൊരു നടനുണ്ടെന്ന് അറിഞ്ഞിട്ട് അവരുടെ കൂട്ടത്തിൽ കൂടിയിട്ടാണ് ഞാൻ സിനിമാ നടനായത്. അതെ, ഇപ്പോൾ മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമാണ്. അങ്ങനെ വന്നതിന് ശേഷം നിറസാന്നിധ്യം എന്ന് തന്നെ പറയാം. ഇപ്പം ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് തിലകൻ സാറിനെ പോലൊരു മഹാനടൻ അദ്ദേഹം ഇപ്പോൾ പോയതിന് ശേഷം ആ ഒരു കുറവ് നികത്താനായിട്ട് ഒരു പരിധി വരെ പലതവണ പലരും പറയുകയും, തീർച്ചയായിട്ടും അത് അതിനകത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്, തിലകൻ ചേട്ടനെ പോലൊരു നടന് പകരം വയ്ക്കാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. ഒരാൾക്കും പകരമല്ല, ഒരിക്കലും. പക്ഷേ എങ്കിലും ആ കുറവ് അല്ല, ആ കുറവൊന്നുമില്ല. ആരുടെയും കുറവൊന്നും ഒരു സ്ഥലത്തുമില്ല. ആരും ആ കുറവ് നികത്താനും പിന്നെ നിയോഗിക്കപ്പെട്ടവനുമല്ല. നിങ്ങൾക്കാകുന്നത് ചെയ്യാൻ പറ്റും. ഞാൻ എനിക്കാകുന്നത് ചെയ്യുന്നുള്ളൂ. ഞാൻ പിന്നെ വലിയ മഹാനായ നടൻ്റെ പകരം വന്ന ഒരാളല്ല. ഞാൻ അത്രയും ആളല്ല. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. താരതമ്യം എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കേണ്ട കാലമായി. താരതമ്യമല്ല, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ അംഗീകരിക്കൂ. തിലകൻ ചേട്ടൻ എത്രയോ മഹാനായ നടനാണ്. ആ സ്ഥലത്ത് എന്നെ പോലൊരു ചെറിയ മനുഷ്യനെ പ്രതിഷ്ഠിക്കരുത്. ഞാൻ അതിന് പകരക്കാരനല്ല. അങ്ങനെയല്ലെങ്കിലും നമ്മളുടെ മനസ്സിൽ തോന്നുന്ന, നമുക്ക് വ്യൂവേഴ്സ്, പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മളത് കാണുന്ന സമയത്ത്, താങ്കളുടെ അഭിനയം കാണുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിത്തുന്നത് ഒരു അപ്പിയറൻസ് കൊണ്ടായാൽ പോലും, അല്ലെങ്കിൽ ആ കാണുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമാണ് ഇത് അതുപോലെ തന്നെയല്ലേ എന്നുള്ളൊരു, അതായത് താങ്കളുടെ ആ ഒരു കഴിവാണ് ഇത്രയും നാൾ എടുക്കേണ്ടി വന്നു ഈ സിനിമാ ലോകത്തേക്ക് വേണ്ടി എത്തപ്പെടാൻ എന്നുള്ളതാണ്. ഞങ്ങളീ പറയും എവിടെയായിരുന്നു ആർട്ടിസ്റ്റ് ബേബി ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇവിടെ ഒരു സുഹൃത്ത് പെട്ടെന്ന് വിട്ടുപോയ അനിലിനെയാണ് ഓർമ്മ വരുന്നത്. അനിൽ നെടുമങ്ങാട്. ഞാനും അവനുമായിട്ട് ഒരു നാടകം പോലും ചെയ്തിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് രാജീരവിയുടെ സ്റ്റീവ് ലോപ്പസ് എന്ന് പറയുന്ന സിനിമയിലാണ്. എൻ്റെ അനുജൻ്റെ വേഷം, ഫ്രെഡി എന്ന് പറഞ്ഞ വേഷമാണ് രാജീവിൻ്റെ സിനിമയിൽ അനിൽ ചെയ്തു. അങ്ങനെയാണ്. പക്ഷേ അനിലിനെ എനിക്കറിയാം. അനിൽ തിരുവനന്തപുരത്ത് നാടകപ്രവർത്തകനാണ്. അനിലിൻ്റെ ഒരു നാടകം പോലും ഞാൻ കണ്ടിട്ടില്ല ആ കാലഘട്ടത്തിൽ. പക്ഷേ അനിൽ എൻ്റെ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. അനിലിനേക്കാൾ സീനിയർ ആയതുകൊണ്ടാണ്. അതാണ് ഞാൻ പറയുന്നത്.
കാലത്തിൻ്റെ നിയോഗമാണ്. തീർച്ചയായും. അനിലിൻ്റെ ഒരു നാടകം പോലും കാണാൻ പറ്റാതെ അനിലിൻ്റെ സിനിമയിൽ കൂടെ അഭിനയിക്കാനും അനിൽ ഇഷ്ടപ്പെടാനും പറ്റി. ഇതൊക്കെ ഒരു നിയോഗമാണ്. അല്ലാതെ ഇത് ഞാൻ കാത്തും ഒളിച്ചും വെച്ച് പതുങ്ങി ഇരുന്നിട്ട് ഈ കാലത്തേക്ക് വന്നതല്ല. ഈ നിമിഷം അനിലിനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ കമ്മട്ടിപ്പാട് അഭിനയിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഒരുപാട് പിണക്കങ്ങളിലാണ്. അവൻ പോകുമ്പോഴും ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ വലിയ പിണക്കത്തിലായിരുന്നു. എന്തിനാണെന്നറിയില്ല, അതിൻ്റെ ഒരു കാരണങ്ങൾ പോലും ഞാൻ അന്വേഷിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത്, എന്തിനായിരുന്നു അവൻ എന്നോട് ഇണങ്ങിയതും അവൻ എന്നോട് പിണങ്ങിയതും എന്ന് വ്യാഖ്യാനിക്കാൻ എനിക്കറിയില്ല. അതിന് വ്യാഖ്യാനിക്കാൻ അതിൻ്റെ ഉത്തരം തരാനോ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. ഞാൻ അന്വേഷിക്കുന്നില്ല അത്. പക്ഷേ ഇത്രയേ ഉള്ളൂ, അനിലെന്ന് പറഞ്ഞൊരു നടൻ എൻ്റെ ജീവിതത്തിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ കൂടെ എൻ്റെ മുറിയിൽ അവൻ്റെ മുറിയിൽ അഭിനയിക്കുന്ന കാലത്ത് ഒരുമിച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാനും ദേഷ്യപ്പെട്ട് പിണങ്ങിപ്പോകാനും ഒക്കെ വന്നത് അതൊരു ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ കാലത്തിൻ്റെ ഒരു നിയോഗം. അങ്ങനെ പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഈ കാലത്തെയും കാണുന്നത്. ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ വൈകി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സമയം ഇതായിരുന്നു. എനിക്ക് എന്നെ തേടി വരാനും ഒരു ബേബിച്ചാൻ വരേണ്ടി വന്ന സമയം ഇതായിരുന്നു. അത്രേ ഉള്ളൂ. സൗഹൃദങ്ങൾക്ക് വളരെയേറെ വില കൽപ്പിക്കുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു. അനിൽച്ചേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ കണ്ണും നിറയുന്നത് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സിനിമയിലും ഇങ്ങനെയാണോ സൗഹൃദങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ടോ? അതെ, പഴയ ലോകത്ത് എനിക്ക് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ മാത്രമല്ല, എൻ്റെ ബാങ്ക് ബാലൻസ് അല്ല. എനിക്ക് ലോകത്ത് എവിടെ ചെന്നാലും എൻ്റെ കൂട്ടുകാരാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ കണ്ണ് നനയുന്നത് നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ചിരിക്കുമ്പോഴും എൻ്റെ കൂടെ ചിരിക്കാൻ കൂട്ടുകാരുണ്ടാവും. ഞാൻ ദേഷ്യപ്പെടുമ്പോൾ, പിണങ്ങുമ്പോൾ, ഞാൻ കരയുമ്പോൾ അത് കാണാനും തിരിച്ചറിയാനും ഒക്കെ അറിയുന്ന സുഹൃത്തുക്കളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ആ സുഹൃത്തുക്കളുടെ ബലത്തിലാണ് ഞാൻ മലയാള ഇൻഡസ്ട്രിയിൽ നിങ്ങളിന്ന് ബേബിച്ചനായിട്ടും അല്ലെങ്കിൽ ഇന്ന് ഈ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്നൊക്കെ സംസാരിക്കാനും എന്നെ പ്രാപ്തനാക്കിയത് ആ സൗഹൃദമാണ്. ആ സൗഹൃദമില്ലെങ്കിൽ, എന്നെ തിരിച്ചറിയുന്ന സുഹൃത്തുക്കളില്ലെങ്കിൽ, ആ സമ്പാദ്യമില്ലെങ്കിൽ ഞാനില്ല. ഞാൻ ശൂന്യനാണ്. അവർ നിശബ്ദരായാൽ എനിക്ക് ശബ്ദിക്കാൻ പറ്റില്ല. അവർ ശബ്ദിച്ചതുകൊണ്ടും അവരെന്നെ നോക്കി ചിരിച്ചതുകൊണ്ടും അവരെന്നെ നോക്കി കരഞ്ഞതുകൊണ്ടും എൻ്റെ വിഷമങ്ങളും എൻ്റെ സന്തോഷങ്ങളും പങ്കുവെച്ചതുകൊണ്ടുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അവർ തന്നെയാണ് എൻ്റെ ബലം. ലോകത്ത് എവിടെ ചെന്നാലും അതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. മലയാളികൾ എവിടെയുണ്ടെങ്കിലും, മലയാളികൾ മാത്രമല്ല, എനിക്ക് പല ഭാഷകളൊന്നും അറിയില്ല. പക്ഷേ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ലോകത്ത് പല ഭാഗങ്ങളിലുള്ള എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ വീട്ടിൽ വന്ന് കയറുന്നതിനേക്കാളും, സ്വന്തം വീട്ടിൽ വന്ന് കയറുന്നതിനേക്കാളും എനിക്ക് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്ന് കയറാം. അതിനുള്ള അവകാശവും അധികാരവും അത് തന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ വീടിനേക്കാൾ കൂടുതൽ സുഹൃത്തുക്കളോടൊപ്പം ആയിരിക്കും എന്നാണ്. സുഹൃത്തുക്കളോടൊപ്പം തന്നെ ആയിരിക്കും. ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ മാത്രമല്ല, ഷൂട്ടിനോടൊപ്പം സുഹൃത്തുക്കളോടാണ്. ഷൂട്ടില്ലെപ്പോഴും ലൊക്കേഷനിലും അങ്ങനെ തന്നെയാണ്, സുഹൃത്തുക്കളോടൊപ്പമാണ്. ഏറ്റവും നല്ല സുഹൃത്തുക്കൾക്ക് ഒപ്പമാണ് ഞാൻ എൻ്റെ സമയം മുഴുവൻ ഞാൻ ചെലവഴിക്കുന്നത്. എൻ്റെ കള്ളത്തരങ്ങൾ തിരിച്ചറിയാവുന്നവർ, എൻ്റെ നന്മകൾ തിരിച്ചറിയാവുന്ന സുഹൃത്തുക്കളാണ്. അവരെയാണ് ഞാൻ സുഹൃത്തുക്കളെന്ന് വിളിക്കുന്നത്. എൻ്റെ നന്മകൾ തിരിച്ചറിയുന്നവരെ വെറും ആരാധകർ മാത്രമായിരിക്കും, അവരല്ല. അതെ, ആരാധകർ. നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്ക് അറിയത്തില്ല സ്വഭാവം. നമ്മൾ ആ കഥാപാത്രത്തെ ആവും നമ്മൾ സ്നേഹിക്കുന്നത്, വ്യക്തിയെ നമുക്ക് അറിയത്തില്ലല്ലോ. തീർച്ചയായിട്ടും സുഹൃത്തുക്കൾക്ക് തന്നെയായിരിക്കും താങ്കളുടെ നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ യഥാർത്ഥ സുഹൃത്താവാനും കഴിയൂ. ഈ ഇടയ്ക്ക് ഞാൻ പാട്ടിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ചെറിയ ബോക്സ് എപ്പോഴും പാട്ടിൻ്റെത് കൊണ്ട് നടക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് പാട്ടിനോട് ഇത്രയധികം ഒരു താല്പര്യം വരുന്നത്? എൻ്റെ കുട്ടിക്കാലം ഒരു തീരഗ്രാമമാണിത്, പുത്തൻതോപ്പ് എന്ന് പറഞ്ഞ പ്രദേശം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊന്ന് 3ാം ക്ലാസ് മുതലുള്ള ഓർമ്മയാണ്. അന്ന് ഇവിടെ ഒന്നും ഇലക്ട്രിസിറ്റി ഇല്ല. ആകെ 2 വീടുകളിലാണ് കറണ്ട് ഉണ്ടായിരുന്നത്. അതൊന്ന് എൻ്റെ അമ്മയുടെ വീട്, പിന്നെ തൊട്ടടുത്ത് വേറൊരു അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്. അപ്പോൾ അവിടെയാണ് റേഡിയോ ഉണ്ടായിരുന്നത്. ആകാശവാണിയിലെ പാട്ടുകളും
ലളിതഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും നാടകവും പിന്നെ റേഡിയോ പ്രഭാഷണങ്ങളും ചലച്ചിത്ര ശബ്ദരേഖകളും ഒക്കെ വീട്ടിനകത്തിരുന്ന് കേൾക്കുമ്പോൾ രാത്രി ഇത്തരം പരിപാടികൾ കേൾക്കാൻ ഈ അയൽപക്കത്തു നിന്ന് എല്ലായിടത്തും മണ്ണെണ്ണ വിളക്കാണ്. ഈ കറണ്ടുള്ള വീട്ടിലേക്ക് ഒരു ഗ്രാമത്തിലെ ആൾക്കാർ കൂടും. അതിൽ പ്രായഭേദമൊന്നുമില്ല. അമ്മൂമ്മമാരുണ്ടാവും, അധ്യാപകരുണ്ടാവും, കൂട്ടുകാരുണ്ടാവും. എല്ലാവരും വീടിൻ്റെ വരാന്തയിൽ വന്നിരുന്നിട്ട് അതായിരുന്നു എൻ്റെ കലാജീവിതത്തിൻ്റെ ആ പഠനകാലം എന്ന് വേണമെങ്കിൽ പറയാം. ആ റേഡിയോ ആകാശവാണിയിൽ നിന്ന് കേൾക്കുന്ന നാടകങ്ങൾ, പാട്ടുകൾ, അതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടിട്ടാണ് ഞാൻ സ്കൂളിൽ പോയി പഠിച്ചു വരുന്നത്. തിരിച്ച് ആ പഠനം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ ഇത് തന്നെയാണ് റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കിട്ടിയതാണ് പാട്ടിനോടുള്ള, സംഗീതത്തോടുള്ള സ്നേഹം, അഭിനിവേശം. അമ്മ, കുഞ്ഞമ്മ ഇവരൊക്കെ പള്ളിയിൽ കൊയറിൽ പാടുന്നവരായിരുന്നു. വീട്ടിലെ പ്രാർത്ഥനയിൽ പാട്ടൊരു അഭിവാജ്യ ഘടകമാണ്. അപ്പോൾ അമ്മയും കുഞ്ഞമ്മയും പ്രാർത്ഥന ചൊല്ലുമ്പോൾ, വൈകുന്നേരം പ്രാർത്ഥന ചൊല്ലുമ്പോൾ പാടും. ആ കൂട്ടത്തിൽ ഞാനും ഇങ്ങനെ പാടും. സംഗീതം എന്ന് പറയുന്ന ഒരു ഹൃദയമിടിപ്പാണ്. സംഗീതം നിലച്ചുപോയാൽ നമ്മൾ ജീവനില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അതൊരു വെറും പാട്ടുപെട്ടി എന്ന് പറയുന്ന ഒരു മെഷീൻ മാത്രമല്ല, അതൊരു എൻ്റെ ഹൃദയമിടിപ്പാണ്. അത് താളമാണ്. എൻ്റെ സങ്കടങ്ങളിൽ എന്നെ ആശ്വസിപ്പിക്കുന്നതാണ് സംഗീതം. എന്നെ സന്തോഷിപ്പിക്കുന്നതാണ്, എന്നെ ഉന്മേഷവാനാക്കുന്നതാണ്, എന്നെ പ്രകോപിപ്പിക്കുന്നതാണ് പല സംഗീതങ്ങളും. ആ സംഗീതത്തിൻ്റെ മാസ്മരികത എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ ആ പാട്ടുപെട്ടിയെ ഇഷ്ടപ്പെടാൻ കാരണം. നമ്മുടെ കുട്ടിക്കാലം, ഞാൻ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന ചില മനുഷ്യരുണ്ടാവും. നമ്മൾ വായനയിലും ഇതിലൊക്കെ കേൾക്കുന്ന കുറേ ആരാധ്യ കഥാപാത്രങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു പ്രീസ്റ്റ് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആ പ്രീസ്റ്റിനെ ഞാൻ പരിചയപ്പെടുന്നത്. ജോൺ പനിക്കൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ. അപ്പോൾ അന്ന് എനിക്ക് അക്ഷരങ്ങൾ കൂട്ടി വായിക്കുക എന്ന് പറയുന്നതാണ്. പത്രം വീട്ടിൽ വരുമ്പോൾ, സ്കൂളിൽ നമ്മളെ വായിക്കാൻ പഠിപ്പിക്കുന്ന കാലമുണ്ട്, പക്ഷേ അക്ഷരം കൂട്ടി വായിക്കാൻ വീട്ടിൽ വരുമ്പോൾ അമ്മുമ്മ ഒരു പത്രം തരും, അത് വായിക്കണം. അത് രാവിലെ പത്രം വരും. ആ പത്രം വായിച്ചിട്ട് നമ്മൾ പള്ളിക്കൂടത്തിലെ ആ അമ്മ എന്ന് പറയുന്ന പോലെ ഇവിടെ വന്നിട്ട് നമ്മൾ അതിൻ്റെ മുഴുവൻ സാധനങ്ങൾ ഇങ്ങനെ വായിച്ച് അക്ഷരങ്ങൾ ചേർത്ത് വയ്ക്കും. 3ാം ക്ലാസ്സിലെത്തി ഞാനൊരു തവണ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പ്രീസ്റ്റ് ഒരു സൈക്കിളിൽ ലോഹയായിട്ട് ഒരു മനുഷ്യൻ, ജോൺ പനിക്കൽ എന്നാണ് ആ പാതിരിയുടെ പേര്, അദ്ദേഹം ഒരു വട്ട തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് പുള്ളി അവിടെ വന്നത്. പുള്ളി എന്നെ കണ്ട് സൈക്കിൾ നിർത്തി ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരെടുത്ത് നാളെ പള്ളിയിൽ വരണം എന്ന് പറഞ്ഞു, ചർച്ചിൽ വരണം. രാവിലെ എണീറ്റ് അമ്മൂമ്മ എന്നെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ കയ്യിലേക്ക് ഒരു വേദപുസ്തകം എടുത്താണ്. അൾത്താരയിൽ നിന്നിട്ട് വായിക്കണം, ലേഖനം വായിക്കണം. ഞാൻ 3ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് 3ാം ക്ലാസ്സിൽ അൾത്താരയുടെ പിന്നെ അച്ഛൻ വായിക്കുന്ന ടേബിളിൻ്റെക്കാളും പൊക്കത്തിൽ താഴെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ അച്ഛൻ എനിക്ക് വേറൊരു സ്പേസ് ഉണ്ടാക്കി തന്നിട്ട് അവിടെ നിർത്തിയിട്ട് എന്നെക്കൊണ്ട് അൾത്താരയിൽ നിന്ന് വേദപുസ്തകത്തിൻ്റെ ഒരു അധ്യായം വായിപ്പിച്ചു. ആ മനുഷ്യനൊരു വയലിനിസ്റ്റായിരുന്നു, അദ്ദേഹം ഒരു ചിത്രകാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ആരാധനയുണ്ട്, ഇദ്ദേഹത്തെ പോലെ ആയിത്തീരണം. അങ്ങനെയാണ് ഞാൻ എൻ്റെ 7ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയിട്ട് ഒരു പാതിരി ആയിത്തീരണം എന്ന തീരുമാനത്തോടുകൂടി എൻ്റെ നിർബന്ധപ്രകാരം, എൻ്റെ നിർബന്ധപ്രകാരം, അച്ഛൻ്റെ അമ്മയ്ക്കും ആർക്കും താല്പര്യമില്ലായിരുന്നു. അമ്മൂമ്മയ്ക്കും അമ്മയുടെ അമ്മയ്ക്കും എനിക്കും പിന്നെ ഈ പറയുന്ന ജോൺ പനക്കൽ അച്ഛനും ഞാൻ പോയി നിർബന്ധിച്ചിട്ടാണ്, അച്ഛനോട് ചെന്ന് ആഗ്രഹം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സെമിനാരിൽ പോയത്. പക്ഷേ 1 വർഷം പോലും ഞാൻ പൂർത്തിയാക്കില്ല. അതെന്ത് പറ്റി? ശരിയെല്ലാം
സത്യൻ മാഷിൻ്റെ അഭിനയം കണ്ടിട്ടാണ് നാടകത്തിൽ അതുപോലെ അഭിനയിക്കണം അല്ലെങ്കിൽ അതുപോലെ ഒരാളാവണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായതെന്ന് പറഞ്ഞല്ലോ. കുടുംബത്തിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു നാടകങ്ങൾ അഭിനയിക്കാൻ പോയ സമയത്ത്? അച്ഛൻ പള്ളിയിൽ യേശുക്രിസ്തുവിന് ക്രിസ്മസ് ക്രിബുണ്ടാക്കുകയും ക്രിസ്മസ് അലങ്കാരങ്ങളൊക്കെ, ക്രിസ്മസ് ട്രീ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഭയങ്കര ഒരു ആർട്ടിസ്റ്റാണ് വാസു. ആ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് അച്ഛൻ ജനിപ്പിക്കുന്ന ക്രിസ്തു, അച്ഛൻ കുരിശി തറച്ചു കൊല്ലുന്ന ക്രിസ്തു, ഈസ്റ്റർ വരുമ്പോൾ അച്ഛൻ ഉയർപ്പിക്കുന്ന ക്രിസ്തു. ഞാൻ വളരെ പേഴ്സണലിയാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ ഇന്ന് 85 വയസ്സ് കഴിഞ്ഞ് പ്രായാധിക്യമായ അസുഖങ്ങൾ കിടക്കുമ്പോൾ നമ്മുടെ ഈ കോവിഡ് കാലം, നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു ദുരന്തകാലം നിൽക്കുമ്പോൾ അച്ഛൻ നിരന്തരം പള്ളിയിൽ പോകുന്ന ആളാണ്. ഞാൻ പള്ളിയെ നിഷേധിച്ച ആളാണ്. പാതിരി ആവാനായിട്ട് ശ്രമിച്ചൊരു വ്യക്തി പള്ളിയെ നിഷേധിക്കാന്ന് കേൾക്കുമ്പോൾ, പള്ളിയെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവനിഷേധമല്ല, പൗരോഹിത്യത്തെ നിഷേധിച്ചതാണ്. അപ്പോൾ അച്ഛനോട് പറഞ്ഞ അച്ഛന് പള്ളിയിൽ പോകണം ഈ സമയത്ത്. അപ്പോൾ അച്ഛൻ്റെ പ്രായവും അച്ഛൻ്റെ ശാരീരിക ശേഷിയും അനുവദിക്കുന്നതല്ല, പിന്നെ ഈ കാലഘട്ടം കോവിഡ് കാലഘട്ടം. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇത്തവണ ക്രിസ്മസ് ഇല്ല. അച്ഛൻ പറഞ്ഞു, എന്ത് ക്രിസ്മസ് ഇല്ലാത്തത്? ഞാൻ പറഞ്ഞു, റോമിൽ നിന്ന് പോപ്പ് പറഞ്ഞിട്ടുണ്ട് ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല. അച്ഛൻ തിരിച്ചു ചോദിച്ചത്, ഏത് പോപ്പാ ക്രിസ്മസ് ഇല്ല എന്ന് പറയാൻ? പോപ്പ് ആരാണ് ക്രിസ്മസ് ഇല്ല എന്ന് പറയാനായിട്ട്? എൻ്റെ അച്ഛൻ ജനിപ്പിച്ച ക്രിസ്തു, എൻ്റെ അച്ഛൻ കുരിശി തറച്ച ക്രിസ്തു, എൻ്റെ അച്ഛൻ ഉയർപ്പിച്ച ക്രിസ്തു, പിന്നെ ഏത് പോപ്പാണ് ക്രിസ്മസ് ഇല്ല എന്ന് പറയാൻ? അവിടെ നിന്ന് കിട്ടിയ ആ മനുഷ്യൻ്റെ ശക്തി തന്നെയാണ്, എൻ്റെ അച്ഛൻ തന്ന എനർജി തന്നെയാണ്. അച്ഛൻ എത്രത്തോളം പള്ളിയോട് ചേർന്ന് നിന്നോ, അങ്ങനൊരു ജീവിതം നയിച്ചോ, അതേ ശക്തി തന്നെയാണ് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് മാറി നിൽക്കാനും കാരണം. എന്തുകൊണ്ട് ഒരു പ്രീസ്റ്റാവാൻ പോയി, എന്തുകൊണ്ട് സഭയുടെ ചടങ്ങുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ ക്രിസ്തുവിൽ നിന്ന് വളരെ അകലെയായിപ്പോയി എന്നാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇത്തരം എന്താണ് ഔദ്യോഗികമായ സഭാ ചടങ്ങുകൾ പൊളിച്ചെഴുതണം, അത് പൊളിച്ചു കളഞ്ഞിട്ട് പിന്നെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം എന്ന് പറയാൻ തോന്നുന്നു. എന്നോട് ചോദിച്ചെന്തായിരുന്നു? അതായത് ഈ വീട്ടിലുകാർക്ക് ഈ നാടകത്തോട് അതെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഒരു തിയേറ്ററാണ്, ഒരു തിയേറ്റർ പെർഫോമൻസ് തന്നെയാണ് ഒരു പള്ളിയിൽ നടക്കുന്ന ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ. അവിടെ സംഗീതമുണ്ട്, അവിടെ ആക്ടിംഗ് ഉണ്ട്, അവിടെ പുനരാവിഷ്കാരമാണ്. ഒരു ക്രിസ്തു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അച്ഛൻ പറഞ്ഞ പോലെ, അച്ഛൻ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു കുഞ്ഞു പ്രതിമയെ കൊണ്ട് കിടത്തും. അതൊരു പ്ലേ ആണ്. അപ്പോൾ ഒരു ബ്ലെസ്സിങ് കൊടുക്കുന്ന ഒരു പ്രീസ്റ്റാണ്. അത് വന്നിട്ട് ഇത് ഉണ്ണിയേശു ജനിച്ചു എന്ന് കാണിക്കും. അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രതിമയെ കൊണ്ട് കിടത്തിയിട്ട് യേശുക്രിസ്തു മരിച്ചു എന്ന് കാണിക്കും. അതും എൻ്റെ അച്ഛനാണ് ചെയ്തത്. അപ്പോൾ അവിടെയും വന്ന് നിൽക്കുന്ന പ്രീസ്റ്റുമാരുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉയർപ്പിക്കുമ്പോഴും എൻ്റെ അച്ഛന് വേറൊരു പ്രതിമ എടുത്ത് വയ്ക്കും. അതൊരു പ്ലേ ആണ്. ഇത് ചർച്ചിൽ നടക്കുന്നത് വളരെ കൃത്യമായ ഒരു ആർട്ട് വർക്കാണ്. അതിൽ ശില്പമുണ്ട്, സംഗീതമുണ്ട്, നാടകമുണ്ട്, ഇതൊക്കെ ചിത്രരചനയുണ്ട്, പിന്നെ മനുഷ്യ സ്നേഹമുണ്ട്. അതൊന്നുമില്ലാന്ന് ഞാൻ പറയുന്നില്ല. മനുഷ്യരുടെ പങ്കുവയ്ക്കലുണ്ട്, സ്നേഹവും കരുണയൊക്കെ ഉണ്ട്. പക്ഷേ ആ പ്ലേയിൽ നിന്നായിരിക്കണം എനിക്കൊരു പ്രീസ്റ്റാവാൻ തോന്നിയതും അല്ലെങ്കിൽ ഒരു നടനാവാൻ തോന്നിയതും. അത് കണ്ടുകൊണ്ടായിരിക്കണം. പക്ഷെ ഞാൻ നടനായി. അമ്മമ്മ ഇവരൊക്കെ തന്നെ പിന്തുണ ഉണ്ടായിരുന്നോ ഈ നാടകരംഗത്തേക്ക് കടന്നു വരുന്നതിൽ? എല്ലാവർക്കും സാധാരണഗതിയിൽ നാടകത്തിന് പോകുന്ന സമയത്ത് വീട്ടുകാർ പണ്ടത്തെ കാലത്ത് സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ കേട്ടില്ല. സ്വാഭാവികമായി ഒരു മകൻ പിന്നെ സുരക്ഷിതമല്ലാത്ത അരക്ഷിതമായ ഒരു ജീവിതത്തിലേക്ക് പോകുന്നതിൻ്റെ ഉത്കണ്ഠകൾ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പോലെ എൻ്റെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട്. അത് അവരനുഭവിച്ച ടെൻഷൻ അത് അവർക്ക് മാത്രമേ അറിയൂ. ഞാൻ ആ ടെൻഷൻ പങ്കുവച്ചിട്ടില്ല.
പക്ഷേ ഞാൻ അനുഭവിച്ച ടെൻഷൻ വേറെയാണ്. അത്രേ ഉള്ളൂ. വളരെ ഞാൻ അവരെ മനസ്സിലാക്കിയെന്നോ എന്നെ അവർ മനസ്സിലാക്കിയില്ലെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ ആഗ്രഹം എന്തായിരുന്നു അതിനനുസരിച്ച് ഞാൻ അഭിനയം എന്ന് പറയുന്നൊരു മേഖലയിൽ സഞ്ചരിച്ചു. അതുതന്നെയായിരിക്കണം എൻ്റെ അവസാനം വരെയും, ഞാൻ എൻ്റെ മരണം വരെയും. മരണം എന്ന് പറയുന്ന ഒരു സംഭവം സംഭവിക്കുമെങ്കിൽ ഞാൻ അഭിനയിക്കും. അത് ലെൻസിന് മുമ്പിലാവണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. തികച്ചും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു നടനാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ്. നടനെന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണ് അലൻസിയർ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നടക്കുന്ന പല പല സംഭവങ്ങളിലും പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്നത്തെ ഒരു ചുറ്റുപാടിനെ കുറിച്ചൊക്കെ താങ്കളുടെ അഭിപ്രായം? നമ്മൾ വാളയാർ കേസിലൊക്കെ താങ്കളുടെ ഒരു പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. എങ്ങനെയാണ് നമ്മളുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ ഒരു പോക്കിനെ കുറിച്ച്? സമൂഹം എന്നും പോക്കാം. നമ്മൾ ഈ ക്രിസ്തീയ വിശ്വാസപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു വന്നതാണ് യേശുക്രിസ്തു എന്നാണ് ഈ സഭ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ കുരിശിൽ തറച്ച് കൊന്നുകളഞ്ഞില്ലേ? ശരിയാണ്. ദൈവപുത്രന് പോലും, ഒരു ക്രിസ്തീയ വിശ്വാസപ്രകാരം ദൈവപുത്രന് പോലും ഈ ഭൂമിയിൽ നന്മ വിതറാൻ പറ്റാതെ നന്മ കൊടുത്ത ഒരു മനുഷ്യനെ കുരിശിൽ തറച്ചവരാണ് നമ്മൾ. പിന്നെ എങ്ങനെയാണ് നമ്മൾ പിന്നെ മോദി സർക്കാരും പിണറായി സർക്കാരും കൂടെയൊക്കെ നമ്മളങ്ങ് നന്നാക്കി കളയാമെന്ന് വിചാരിക്കുന്നത്? നമ്മൾ നന്നാവില്ല, സമൂഹം നന്നാവില്ല എന്ന് തന്നെയാണ്. അങ്ങനെയല്ല. നിങ്ങൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ആലോചിക്കുന്നത് നമുക്കൊരു പ്രവാചകൻ വരും, നമുക്കൊരു രക്ഷിതാവ് വരും. അവനവൻ്റെ ഉള്ളിലുള്ള രക്ഷിതാവും അവനവൻ്റെ ഉള്ള മനസാക്ഷിയും മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള ദൈവം. വേറൊരു ദൈവപുത്രനും വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നോ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നോ വിചാരിക്കണ്ട. നിങ്ങൾ കുരിശിൽ തറയ്ക്കാൻ തയ്യാറായിട്ട് ഇറങ്ങിയെടുത്ത് മാത്രമേ നിങ്ങൾക്ക് ഉയർപ്പുള്ളൂ. അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും പിന്നിൽ നമ്മൾ തന്നെ ആയിരിക്കണമെന്നാണ്. ഉയർച്ചയ്ക്കല്ല, നമ്മുടെ ഉയർപ്പിന്. താഴ്ചയ്ക്കിപ്പോൾ വരുന്ന സുമ വിചാരിച്ചാലും ഞാൻ താഴ്ന്നു പോവാം. അത് നിങ്ങളുടെ ഒരു പിന്നെ എന്താണ് തീരുമാനമാണ്. നിങ്ങൾക്ക് ഒരാളെ തോൽപ്പിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തോൽപ്പിച്ചോളൂ. പക്ഷെ ഞാൻ ഉയർക്കും എന്ന് തീരുമാനിച്ചു ഞാൻ അവർക്ക്, അത് എൻ്റെ തീരുമാനമാണ്. ഞാൻ ആരെയും തോൽപ്പിക്കാനോ ഞാൻ ആർക്കും മേലെ ഉയർന്നു പോകാനോ ഒന്നുമല്ല. ഞാൻ ഇതൊക്കെ കണ്ടും അറിഞ്ഞും ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് വിശ്വസിക്കും പാവപ്പെട്ടൊരു മനുഷ്യനാണ്. എന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കലാകാരനെന്ന് വിശേഷിപ്പിക്കണ്ട. ഞാൻ അങ്ങനെയുള്ള ഒരാളൊന്നുമില്ല. എനിക്ക് അത്ര വലിയ പ്രതിബദ്ധതയില്ല. ചില കാര്യങ്ങളിൽ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും എല്ലാ വിഷയങ്ങളിലും അങ്ങനെ വലിയ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഏറ്റെടുത്ത് ജീവിക്കാമെന്നുള്ള ഉത്തരവാദിത്വമൊന്നും ഞാൻ ഏറ്റെടുത്തിട്ടില്ല. എൻ്റെ ചുമതലയുമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എനിക്കൊരു കുടുംബമുണ്ട്, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ എനിക്ക് ചുറ്റുപാട് ഒരുപാട് മനുഷ്യരുണ്ട്. അവരെയൊക്കെ സ്നേഹിക്കുക, അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇങ്ങനെ ഇടപെട്ട്, അതുപോലെ ചില രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ വർത്താനം പറയും. അത്ര ഞാനൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാതെ വലിയ സാമൂഹിക പ്രതിബദ്ധതയൊന്നും ഞാൻ കാണിക്കാറൊന്നുമില്ല. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ്, വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വയസ്സായ അച്ഛൻ അമ്മ അവർ രണ്ടുപേരും ഉണ്ട്. അവരാണ് കോവിഡ് കാലത്ത് ഏറ്റവും വലിയ അനുഗ്രഹം. എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റിയപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇരിക്കാൻ പറ്റി. അവരുടെ വാർദ്ധക്യകാലം എങ്ങനെയായിരിക്കും എന്ന്, എൻ്റെ വാർദ്ധക്യകാലം ഇതിനേക്കാൾ ദുരിതകരമായിരിക്കും എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റിയ ഒരു കാലമാണ്. പിന്നെ ഭാര്യ ടീച്ചറാണ്, എനിക്ക് 2 ആൺകുട്ടികളാണ്. പിന്നെ പതിവ് പോലെ 3-4 കാമുകിമാരുണ്ട്. ഞാൻ ഈ ഇൻ്റർവ്യൂവിന് ഇങ്ങനെ വന്ന സമയത്ത് അലൻസിയറിന് ഞാൻ ശരിക്കും ഒരു ഗൗരവക്കാരനോ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇത് ഞാൻ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു നാട്യങ്ങളില്ലാത്ത നാട്ടുകാരനെന്ന് പറഞ്ഞു. നാട്യങ്ങളൊന്നുമില്ല എന്ന് തന്നെ എനിക്ക് ശരിക്കും മനസ്സിലായി. പക്ഷേ ഇത് ഗൗരവക്കാരനാണോ, തമാശക്കാരനാണോ, രസികനാണോ, ഒന്നും പിടികിട്ടാത്ത ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ ഉടമയാണ്. എന്താണ് പ്രേക്ഷകരോട് പറയേണ്ടതെന്നിപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. അലൻസിയർ എന്ന വ്യക്തി എനിക്ക് തന്നെ എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല.
അപ്പൊ പിന്നെ ഞാൻ എന്ത് പറയാൻ, പ്രേക്ഷകരോട് ഞാൻ എന്ത് പറയാനെന്നാണ്. ഇത് ശരിക്കും നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരു വ്യക്തിയെ അല്ല അലൻസിയർ ചേട്ടൻ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് സമയത്തെ ഒരു സംസാരത്തിലൂടെ തന്നെ അറിയാതെ നമുക്കൊരു അടുപ്പം വന്നു പോകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. വെറും വാക്കല്ല, ശരിക്കും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയാണ്. ഒരുപാട് കുഴപ്പങ്ങളും കുറ്റങ്ങളും എൻ്റെ പേരിൽ ഇപ്പൊ തന്നെ നിലവിലുണ്ട്. ഇങ്ങനെ വർത്താനം പറയുന്നത് ഇങ്ങനെ വർത്താനം പറയുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം. അത് തിരിച്ചറിയാൻ പറ്റുന്ന വിവേകം പ്രേക്ഷകർക്കും കേൾക്കുന്നവർക്കും ഉണ്ടാകട്ടെ. നമ്മൾ മനുഷ്യർക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു കടലിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ ആ കടലിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കാറില്ല, നിങ്ങൾ തിര മാത്രമേ കാണുന്നുള്ളൂ. തിരയ്ക്ക് വലിയ ശക്തി ഉണ്ടാവും, പക്ഷേ ശാന്തമായി കിടക്കുന്ന ഒരു ആഴമുള്ള കടൽ തിരയ്ക്ക് അപ്പുറമുണ്ട്. ഞാൻ ആഴമുള്ള കടലാണ്. അതായത് നമുക്കാർക്കും പിടിതരാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെയല്ല അല്ല, അത് ആഴങ്ങളിലേക്ക് ഇറങ്ങി വരാൻ സുഹൃത്തുക്കൾക്ക്, ഈ നേരത്തെ പറഞ്ഞതുപോലെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കടലിന്റെ ആഴം അല്ലെങ്കിൽ അലൻസിയർ എന്നുള്ള വ്യക്തി എന്താണെന്ന് സുഹൃത്തുക്കൾക്ക് മാത്രം അറിയാവുന്ന തീർച്ചയായും അങ്ങനെ ഒരു വ്യക്തിയാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല, അവർക്കൊക്കെ മനസ്സിലായി. നമ്മളുടെ റിയൽ ടി വിക്ക് വേണ്ടി ഈ ഒരു തിരക്കിനിടയിലും ഇത്രയും സമയം ഞങ്ങൾക്ക് അനുവദിച്ച ചേട്ടന് 1000 നന്ദി. ഇനി വരുന്ന ചേട്ടൻ്റെ എല്ലാ പ്രോജക്ട്സും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചിരി, ഈ പൊട്ടിച്ചിരി ഇങ്ങനെ ഒരുപാട് നാൾ ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ആഴങ്ങളിലേക്കൊന്നും ഇറങ്ങി ചെല്ലുന്നില്ല എങ്കിൽ തന്നെയും അലൻസിയർ എന്ന വ്യക്തിയെ വളരെയധികം ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഒരുപാട് നന്ദി.